കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. അമ്പലപ്പുഴ കരൂരിൽ കരുനാഗപ്പള്ളി പോലീസ് തിരച്ചിൽ നടത്തുന്നു. സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദാംശങ്ങൾ രഘുനാഥ് നാരായണൻ നൽകും. രഘു, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോൾ സംഭവിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഏതാനും ആഴ്ച മുൻപാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ കാണാതാവുന്നത്. ഇവർ ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്നു. അങ്ങനെ വീട്ടുകാർ നൽകിയ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് മിസ്സിങ്ങിന് ആളെ കാണാനില്ല എന്നുള്ള അർത്ഥത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ട് തന്നെ ഇങ്ങനെ പല ആളുകളെയും കാണാതാകുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് വലിയ എവിടെയെങ്കിലും പോയതാകാം എന്ന് കരുതി പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താറില്ല. അതിനിടയിലാണ് എറണാകുളം പോലീസിന് ഈ വിജയലക്ഷ്മിയുടെ മൊബൈല് കളഞ്ഞു കിട്ടുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ, മൊബൈൽ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ജയചന്ദ്രൻ എന്നുള്ള ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവര് ഇങ്ങനെ വിജയലക്ഷ്മി അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴാൻ വരികയും ജയചന്ദ്രന്റെ വീട്ടിൽ പോവുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് വിജയലക്ഷ്മിയെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കരുനാഗപ്പള്ളി പോലീസ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ന് ഫോറൻസിക് വിദഗ്ധരും നായ്ക്കളും അടക്കം എത്തി കുഴിച്ചു ഒരുപക്ഷെ ഇവിടെ പരിശോധന നടത്തിയേക്കും. എന്തായാലും ആലപ്പുഴയിൽ തുടർച്ചയായി ഒരു വർഷത്തിനകം 6ഓ 7ആമത്തെയോ രീതിയിലുള്ള സമാനമായ കൊലപാതകമാണ് ഉണ്ടാകുന്നത്. അതായത് ആളെ കൊന്ന് കുഴിച്ചു മൂടുക എന്നുള്ള ഒരു ചെയിൻ ഓഫ് കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കരുനാഗപ്പള്ളി സിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമ്പലപ്പുഴയ്ക്ക് തിരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ പോലീസിനൊപ്പം തന്നെ പുന്നപ്പുറ പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ജയചന്ദ്രന്റെ വീടിന് സമീപത്തായി കുഴിയെടുത്ത് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ശരി രഘു. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കാണാതായത്. ഈ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അമ്പലപ്പുഴ കരൂരിൽ ആണ് ഇതിനുവേണ്ടി കരുനാഗപ്പള്ളി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് രഘുനാഥ് നാരായണൻ നൽകിയത്.